ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. ഫോൺ താഴെ വീണ് പൊട്ടി കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പുതിയ ഫോൺ കിട്ടിയതിന് ശേഷം ഞാൻ റീൽസൊക്കെ ഇടാറുണ്ട്. പിന്നെ സമയക്കുറവും ഒരു വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു യാത്രയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടേക്കാണ് ഞങ്ങൾ യാത്ര പോയത്. അത് 2 ദിവസത്തെ ഒരു ട്രിപ്പായിരുന്നു. ആദ്യത്തെ ദിവസം ഇടുക്കിയിലെ രാമക്കൽമേട്ടിലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ വാഗമണിലേക്കാണ് പോയത്. എൻ്റെ ഹസ്ബൻഡ് ഒരു റേഷൻ കട നടത്താണ്. അപ്പോൾ റേഷൻ കട അസോസിയേഷൻ്റെ ഒരു ടൂർ പ്രോഗ്രാമായിരുന്നു. എല്ലാ വർഷവും അതിലുള്ള മെമ്പേഴ്സ് അവരുടെ ഫാമിലി ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാറുണ്ട്. കഴിഞ്ഞ വർഷം അത് കാന്തല്ലൂർക്കായിരുന്നു യാത്ര. അതിനു മുമ്പത്തെ വർഷം കൊടൈക്കനാലിലേക്കായിരുന്നു പോയത്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് പോകാനായിട്ട് പറ്റിയില്ല. ആ സമയത്ത് ചേട്ടന് ഒരു സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു ആ സമയത്ത്. വെളുപ്പിന് 5 മണിക്കാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങിയത്. അപ്പോൾ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ, മക്കളാരും പോന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഛർദി വരാറുണ്ട്. അപ്പോൾ അതിനുള്ള മരുന്നൊക്കെ കഴിച്ചിരുന്ന കാരണം ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ എണീക്കുന്നത് രാവിലെ 9 മണിക്ക് വണ്ടി തൊടുപുഴയിൽ എത്തിയപ്പോഴാണ്. തൊടുപുഴയിലായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തൊടുപുഴയിലെ 4 സീസൺ എന്ന് പേരുള്ളൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ വണ്ടിയൊക്കെ ഒതുക്കിയിട്ടിട്ട് എല്ലാവരും അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും യാത്ര ചെയ്ത് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഞാൻ ഇതുപോലെ വണ്ടിയിൽ കയറിയിട്ട് തീരെ ഉറങ്ങാറൊന്നുമില്ല. പക്ഷേ ഈ മരുന്ന് കഴിച്ചതിൻ്റെ ക്ഷീണമാണോ എന്നറിയില്ല, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ ചേട്ടൻ വിളിച്ചപ്പോഴാണ് ഞാൻ എണീറ്റത്. അപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എല്ലാവരും ഇറങ്ങാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 4 സീസൺ എന്ന് പേരുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ് കേട്ടോ. അവിടുത്തെ ഫുഡും നല്ല ഫുഡായിരുന്നു. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ നീണ്ടൊരു യാത്രയിൽ ഇങ്ങനെ ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ എല്ലാവരും നല്ല ഉഷാറായി. ഇവിടെ ബാത്റൂമിൽ പോകേണ്ടവർക്ക് പോവാം, എല്ലാറ്റിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പവും മുട്ട റോസ്റ്റും ആയിരുന്നു. പിന്നെ കടലക്കറിയും നൂലപ്പവും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിക്കാത്തവർക്ക് ബ്രെഡും ജാമും പിന്നെ ചായ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അവിടുത്തെ. ഫുഡൊക്കെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരത് പാത്രമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഓർമ്മ വന്നത്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എണീറ്റിട്ടുണ്ട്. എല്ലാവരും ഇനി അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ലോട്ടറി കൊണ്ടൊരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ആളുടെ ഒരു ഹോബിയാണ്, ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുണ്ട്. അടിക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വന്ന ബസ്. എവർഗ്രീൻ എന്ന് പേരുള്ള ബസ്സാണ്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. പിന്നെ ഞാനും ഹസ്ബൻഡും കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവരും ഞങ്ങളെ കളിയാക്കുന്നുണ്ടായിരുന്നു, മക്കൾക്ക് അയച്ചു കൊടുക്കാനാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. മക്കൾ കൂടിയില്ലാതെ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു യാത്ര പോണത്. എവിടെ പോവുകയാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചാണ് പോകാറുള്ളത്. ഇപ്രാവശ്യം പിന്നെ മോൻ നാട്ടിലില്ല, അവൻ തിരുനെൽവേലിയിൽ പഠിക്കുകയാണ്. പിന്നെ മോൾക്കാണെങ്കിൽ ഈ കുന്നും മലയൊക്കെ കാണാനാണ് പോണേന്ന് കേട്ടപ്പോൾ അവൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, വരുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചെറിയ മോനും ചേച്ചി ഇല്ലെങ്കിൽ ഞാനും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവനും പോരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ 2 പേരെ എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. എൻ്റെ വീടെന്ന് പറഞ്ഞൊരു 10 മിനിറ്റ് ദൂരം നടക്കാനുള്ള അത്രയും അടുത്താണ് എൻ്റെ വീട്. പിന്നെ കുട്ടികളൊക്കെ വലുതാവുമ്പോൾ അറിയാമല്ലോ, അവർക്ക് കൂടുതലും അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള യാത്രകളാണ് ഇഷ്ടം. തൊടുപുഴ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വരുന്ന വഴിയിലൊക്കെ കൂടുതലും റബ്ബർ തോട്ടങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞപ്പോൾ ഇതുപോലുള്ള കുന്നുകളും മലകളൊക്കെ കണ്ടു തുടങ്ങി. യാത്ര തുടങ്ങിയ സമയത്ത് എല്ലാവരും ഉറക്കത്തിൻ്റെയൊക്കെ ഒരു മൂഡിലായിരുന്നു. ഇപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും നല്ല ഉഷാറായി ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ എനിക്ക് വീണ്ടും നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്തത്.
ചേട്ടൻ ഇങ്ങനെയുള്ള യാത്രകളിലൊക്കെ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. ആളുടെ ഫ്രണ്ട്സായിട്ടും അതുപോലെ റേഷൻ കട ടീമിൻ്റെ കൂടെയൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ആ ഒരു വൈബൊക്കെ പെട്ടെന്ന് കിട്ടും. ആൾ നല്ല ഡാൻസും നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ യാത്ര ചെയ്തത്. റേഷൻ കട നടത്തുന്ന ഒരു ചേട്ടൻ്റെ ഫാമിലിയിൽ ഒരു ചെറിയ മോളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുക, ചെറിയ കുട്ടികൾ എല്ലാവർക്കും ഒരു ഉണർവ് നൽകുന്നു എന്ന് പറയില്ലേ. അപ്പോൾ യാത്രയിൽ നല്ലൊരു വൈബായിരുന്നു കേട്ടോ, മോളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ. ആ ചേട്ടൻ്റെ 2 മക്കളും അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു മോളുടെ കുഞ്ഞാണ് കേട്ടോ അത്. ഞാനിതുപോലെ ഈ അടുത്ത് അടിച്ചു പൊളിച്ചൊരു യാത്ര പോയത് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് കേട്ടോ. മലമ്പുഴയ്ക്കൊരു ടൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോയപ്പോൾ കുട്ടികളൊക്കെ ഇതുപോലെ നല്ല ഡാൻസും പാട്ടും നല്ല രസമായിരുന്നു. ആ യാത്ര കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം ആവുന്നേ ഉള്ളൂ കേട്ടോ. അന്ന് ഞാൻ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളും മറ്റുള്ള കുട്ടികളും ചെറിയ കുട്ടികളെയും കൊണ്ടാണ് പോയത്. മലമ്പുഴ ഫാൻറ്റസി പാർക്ക്, പിന്നെ മലമ്പുഴ ഡാം, ഇതൊക്കെ കാണാനായിട്ടാണ് കേട്ടോ പോയത്. എൻ്റെ മോനും ഉണ്ടായിരുന്നു ഒപ്പം. അവൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു ഞാൻ അവിടെ. ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുട്ടികളുടെ സന്തോഷത്തിലൊപ്പം ചേർന്നിട്ടുള്ള ആ ഒരു യാത്ര നല്ലൊരു അനുഭവമായിരുന്നു. മക്കൾ ചെറുതായിരുന്ന സമയത്താണ് ഞങ്ങൾ അധികവും ഇതുപോലെയുള്ള യാത്രകളൊക്കെ പോവാറുണ്ടായിരുന്നത്. പിന്നെ കൊറോണയ്ക്ക് ശേഷം യാത്രകളൊക്കെ കുറവായിരുന്നു. അതിന് ശേഷം പിന്നെ കഴിഞ്ഞ വർഷം, അതിൻ്റെ മുൻപത്തെ വർഷം കൊടൈക്കനാലിൽ പോയിരുന്നു. അതാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയ ലാസ്റ്റത്തെ ട്രിപ്പ്. അന്നും ഈ ഒരു ടീമിൻ്റെ കൂടെ തന്നെയായിരുന്നു പോയത്. മക്കൾ ചെറുതായിരിക്കുന്ന സമയത്ത് മൂന്നാർ, വയനാട്, നെല്ലിയാമ്പതി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ വാട്ടർ തീം പാർക്കിലൊക്കെ പോയിട്ടുണ്ട്. വണ്ടർല, സിൽവർ സ്റ്റോം, അവിടെയൊക്കെ കുട്ടികളെയും കൊണ്ട് പോയിട്ടുണ്ട്. അതുപോലെ ആലപ്പുഴ ബോട്ടിങ്ങിന് പോയിട്ടുണ്ട്. അതൊക്കെ അന്ന് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ ഒക്കെ കൂടെയുള്ള യാത്രകളായിരുന്നു. വയനാട്ടിലേക്ക് പോയത് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഒരു വണ്ടി നിറയെ ആൾക്കാരായിട്ടാണ് പോയത്. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. ഇപ്പം നമ്മൾ വീണ്ടും യാത്രയിലാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം മല കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇതിൽ ചേർത്താന്ന് വെച്ചാൽ ഈ വീഡിയോ വല്ലാതെ ലെങ്തി ആയി പോവും. അപ്പോൾ കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. നല്ല രസമാണ് കേട്ടോ ഇതിലൂടെയുള്ള യാത്ര. നല്ല പച്ചപ്പും മലകളും മരങ്ങളും ഒക്കെ കണ്ട് നല്ല ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ മൂന്നാറിലും കൊടൈക്കനാലിലൊക്കെ പോകുമ്പോൾ മേലേക്ക് യാത്ര ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു. ഞങ്ങളൊരു വട്ടം നെല്ലിയാമ്പതിക്ക് പോയ സമയത്ത് അവിടെ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട്, ഞങ്ങൾക്കല്ല വേറൊരു വണ്ടി ആക്സിഡൻ്റായിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടി വന്നു. അതിനുശേഷം എനിക്ക് ശരിക്കും ഈ മല കയറ്റം എനിക്കൊരു പേടിയാണ്. ഹെയർ പിൻ വളവുകളൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു. പക്ഷേ ഈ ഒരു യാത്രയിൽ അങ്ങനെ ഒരു പേടിയൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ ഞാൻ പേടിച്ചിട്ടുള്ളത് പണ്ട് ഞങ്ങൾ വയനാട്ടിലേക്ക് ടൂർ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചുരം കയറുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അതെനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. മേലെ കയറിയപ്പോഴാണ് ശരിക്കും എൻ്റെ ശ്വാസം നേരെ വീണത്. അന്ന് പിന്നെ മക്കളൊക്കെ ചെറുതായിരുന്നു. അവരെ പറ്റിയൊക്കെ ആലോചിച്ചിട്ടായിരുന്നു എനിക്ക് ടെൻഷൻ കൂടുതലും. ഈ യാത്രയിൽ പിന്നെ അങ്ങനെയുള്ളൊരു പേടിയൊന്നും ഇല്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റി. കഴിഞ്ഞ തവണ ഞങ്ങൾ കൊടൈക്കനാലിൽ പോയപ്പോൾ അവിടെ സീസൺ ടൈം ആയിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി ബ്ലോക്കിൽ പെട്ട് കുറേ മണിക്കൂറുകൾ ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. അന്ന് വണ്ടിയിൽ ഒരുപാട് സമയം ഇരുന്ന് പിള്ളേർക്കൊക്കെ ബോറടിച്ചു. അന്ന് അവിടെ സ്റ്റേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് എല്ലാവർക്കും കൂടുതൽ ക്ഷീണമാവാൻ കാരണം. വൈകിട്ട് ഇവിടെ നിന്ന് പോയി പുലർച്ചെ അവിടെ എത്തിയ ഒരു ഹോട്ടലിൽ റൂമെടുത്ത്
കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ അവിടെ സ്ഥലങ്ങൾ കാണാനായിട്ടുള്ള യാത്രയിലായിരുന്നു. രാത്രിയാണെങ്കിൽ തിരിച്ചു പോന്നു. അങ്ങനെ യാത്രയായിരുന്നു കൂടുതൽ. അതുകൊണ്ടാണ് നല്ല ക്ഷീണമൊക്കെ ആയത്. അതിന് ശേഷമാണ് പിള്ളേർ ഈ ഒരു ട്രിപ്പിന് വിളിച്ചപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞതിന് കാരണം അതാണ് കേട്ടോ. ഞങ്ങളതിന് മുമ്പ് ഒരു തവണ കൊടൈക്കനാൽ പോയിട്ടുണ്ട്. ചെറിയ മോൻ്റെ തലമുടി വടിക്കാനായിട്ട് പഴനിയിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഴനിയിൽ പോയി തലമുടി വടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ കൊടൈക്കനാൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ കാറിലാണ് കേട്ടോ പോയത്. അപ്പോൾ അതുകൊണ്ടാണ് പിള്ളേർ പ്രധാനമായിട്ടും വരണില്ല എന്ന് പറഞ്ഞത്. ഇടുക്കിയിലേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു യാത്ര. ഞാൻ ഇടുക്കിയുടെ സൗന്ദര്യം ശരിക്കും സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ എത്താറായിട്ടുണ്ട്. മല കയറി കട്ടപ്പനയിലൂടെയാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അടുത്തുള്ള ബോർഡൊക്കെ വായിച്ചിട്ട് പറയുന്നതാണ്. എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ എല്ലാവരും ചിപ്സൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുന്നൊക്കെ ഉണ്ട്. ഇടുക്കി ഡാമിൻ്റെ ഒക്കെ അടുത്തു കൂടിയാണ് കേട്ടോ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിലൊക്കെ വേറെ കുറേ ഡാമുകളുടെ പേരൊക്കെ കണ്ടു. പക്ഷേ നമ്മുടെ ഈ ഒരു പാക്കേജിൽ ഡാമൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എത്തിയിട്ടുണ്ട്. അവിടെ നോക്കുമ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ ഇട്ടിട്ടുള്ളത് കണ്ടു. പക്ഷെ നമ്മൾ ഇവിടേക്കല്ല വന്നിട്ടുള്ളത്. നമ്മുടെ താമസമൊക്കെ പറഞ്ഞിട്ടുള്ളത് രാമക്കൽമേട്ടിലുള്ള ഒരു ഹോട്ടലിലാണ്. അപ്പോൾ അവിടേക്കാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തൊടുപുഴ കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളൊന്നും എനിക്ക് അത്ര പരിചയമുള്ള സ്ഥലങ്ങളല്ല. ചേട്ടൻ എനിക്ക് ഓരോ സ്ഥലങ്ങളെത്തുമ്പോഴും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതുപോലെ ഓരോ പുഴകളൊക്കെ കാണുമ്പോൾ അതേതാന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ അതൊന്നും അതിൻ്റെ പേരൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ സ്ഥലത്ത് എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ 5 മണിക്ക് പുറപ്പെട്ട് തൊടുപുഴയിൽ 9 മണിക്ക് എത്തി ഫുഡ് കഴിച്ച് ഇപ്പം നമ്മൾ എത്തുമ്പോൾ ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാവരും ഉറക്കമായിട്ടുണ്ട്. വണ്ടിയിൽ ഡാൻസൊക്കെ ചെയ്ത് ക്ഷീണിച്ച് എല്ലാവരും നല്ല ഉറക്കമായിട്ടുണ്ട് കേട്ടോ. ആ സമയത്തേക്ക് എൻ്റെ ക്ഷീണമൊക്കെ മാറി ഞാൻ എണീറ്റിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് രാമക്കൽമേട് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളാണ് നമ്മളിന്ന് കാണാനായിട്ട് പോണത്. ഉച്ചയ്ക്ക് ഒരു 1:30 ആയിട്ടുണ്ട്. നമുക്ക് താമസം പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഉച്ചഭക്ഷണം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് വലിയ ലഗേജുകളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്കൊരു ചെറിയ ബാഗ് മാത്രമേ ഉള്ളൂ. എൻ്റെയും ചേട്ടൻ്റെയും ഓരോ ജോഡി ഡ്രസ്സ് മാത്രമേ ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ളൂ. പിന്നെ പിള്ളേർ ഉണ്ടാവുകയാണെങ്കിൽ വലിയ ബാഗൊക്കെ കൊണ്ട് പോകേണ്ടി വന്നേനെ. അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ഹോട്ടലുള്ളത്. രാമക്കൽമേട് RRJ റെസിഡൻസി അങ്ങനെയാണ് കേട്ടോ അവിടെ ഹോട്ടലിൻ്റെ പേര്. ഇതാണ് ഹോട്ടൽ രാമക്കൽ RRJ റെസിഡൻസി. ഇത് നല്ല ഹൈറ്റിലാണ് കേട്ടോ ശരിക്കും ഈ ഒരു ഹോട്ടലിരിക്കുന്നത്. അതിൻ്റെ താഴേക്ക് നോക്കിയാൽ വളരെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ രാമക്കൽമേടിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ എപ്പോഴും നല്ല കാറ്റായിരിക്കും. അങ്ങനെ എല്ലാവരും ഹോട്ടലിലെത്തി. എല്ലാവരും അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അടുത്ത യാത്ര ആരംഭിക്കുന്നത്. ഇനി നേരെ പോകുന്നത് രാമക്കല്ല് കാണാനായിട്ടാണ്. അതുപോലെ ആമപ്പാറ അവിടേക്കാണ് നമ്മുടെ ആദ്യത്തെ യാത്ര. അവിടേക്ക് ബസ്സൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ ജീപ്പിൽ വേണം പോകാനായിട്ട്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് താഴേക്ക് പോവാണ്. എവിടെ പോയാലും ഭക്ഷണത്തിൻ്റെ കാര്യമാണ് കേട്ടോ എനിക്കൊരു വെല്ലുവിളി ആവാറുള്ളത്. കാരണം ഞാൻ അങ്ങനെ നോൺ വെജ് ഒന്നും കഴിക്കാറില്ല. ഒരുപാട് വർഷങ്ങൾ ഞാൻ നോൺ വെജ് ഒട്ടും കഴിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു വർഷം 1-2 വർഷത്തോളമായിട്ട് ഞാൻ മുട്ട കഴിക്കാറുണ്ട്. അതുപോലെ ചെറിയ മീനുകളൊക്കെ കഴിക്കാറുണ്ട്. അതെനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നപ്പോൾ എൻ്റെ ഡോക്ടർ നിർബന്ധമായിട്ടും പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ഞാൻ കഴിച്ചു തുടങ്ങിയത്. അപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നോൺ വെജ് ആയിരിക്കും കൂടുതലും. അപ്പോൾ എൻ്റെ ഫുഡിൻ്റെ കാര്യം അവതാളത്തിലാവാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നോൺ വെജ് കഴിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ലാസ്റ്റ് നിമിഷത്തിലാണ് യാത്ര പോരാനായിട്ട് തീരുമാനിച്ചത്.
അതുകൊണ്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഇവിടെ റൈസിൻ്റെ ഒപ്പം സാമ്പാറും മോരുകറി അവിയൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ സാമ്പാറാണ് കേട്ടോ വാങ്ങിച്ചത്. റൈസും സാമ്പാറുമാണ് വാങ്ങിച്ചത്. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സാമ്പാറും റൈസും ഞാൻ ആദ്യം കഴിക്കാറുണ്ട്. എനിക്കിഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണ് കേട്ടോ അത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ എവിടെയായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അത് പണ്ട് മുതലേ ഉള്ളൊരു ശീലമായതുകൊണ്ട് അങ്ങനെ കടുംപിടുത്തങ്ങളൊന്നും ഉണ്ടാവാറില്ല. കാരണം കല്യാണം കഴിച്ച് ഇവിടെ വന്നപ്പോഴായാലും ഞാൻ മാത്രം വെജിറ്റേറിയൻ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചതുകൊണ്ട് തന്നെ അതൊന്നൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ എവിടെ യാത്ര പോയാലും എനിക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ എൻ്റെ ഹസ്ബൻഡ് സംഘടിപ്പിച്ച് തരാറുണ്ട്. ഇന്നിപ്പോൾ എനിക്കുള്ള റൈസും കൂടെ എടുത്തിട്ടാണ് കേട്ടോ ആൾ വന്നിട്ടുള്ളത്. ഞാൻ കുറച്ചേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്കും കൂടെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ എടുത്തിട്ടുള്ളത് കൊണ്ട് എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് പിന്നാക്കം നിൽക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. അത് ആൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് കേട്ടോ എനിക്കുള്ള ഫുഡും കൂടെ എടുത്തിട്ട് വന്നത്. ആൾ നേരെ വാഷ്റൂമിലൊക്കെ പോയതിന് ശേഷമാണ് ഫുഡ് എടുക്കാനായിട്ട് വന്നത്. ഞാൻ അപ്പോഴത്തേക്കും ഫുഡ് എടുത്തിട്ട് ടേബിളിൽ വന്നിരുന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ വന്നിട്ടുള്ള എല്ലാവരും ഈ ഒരു ഹാളിൽ തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സാമ്പാർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മോരുകറിയും അവിയലും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. കറികളെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചോറും കറികളാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഹാപ്പി ആയിരുന്നു എന്ന് മാത്രം. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ കാലിലൊക്കെ നന്നായി നീര് വെച്ചിട്ടുണ്ട് കേട്ടോ യാത്ര ചെയ്തിട്ട്. ഇവിടെ ഈ താഴ്വാരത്തിലേക്ക് നോക്കി നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിന്നിട്ട് ചേട്ടൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല കാറ്റുണ്ട്, നല്ല വെയിലൊക്കെ ഉണ്ട്, മഴയൊന്നും ഇല്ലാത്തൊരു അന്തരീക്ഷമാണ്. എന്നാലും ഇവിടുത്തെ കാറ്റ് നല്ല കാറ്റാണ് കേട്ടോ. രാമക്കൽമേടിൻ്റെ ഒരു പ്രത്യേകതയാണ് അത്ര ഈ ഒരു കാറ്റ്. നല്ല കുളിർമയുള്ള കാറ്റാണ് കേട്ടോ. എപ്പോഴും ഇതുപോലെ കാറ്റ് വീശിക്കൊണ്ടിരിക്കും. ജനുവരി മാസത്തിലൊക്കെ വന്നാൽ ഇതിനേക്കാൾ കാറ്റാണെന്നാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ശരിക്കും ഈ ഒരു കാറ്റ്. എപ്പോഴും കാറ്റുള്ള ഒരു പ്രദേശമാണ് രാമക്കൽമേട്. ആ കാണുന്നത് ഓഫ് റോഡ് ജീപ്പ് ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് കിടക്കുന്ന ജീപ്പുകളാണ്. ഇവിടെ വരുന്ന സഞ്ചാരികളെ ഈ മലമുകളിലേക്ക് എത്തിക്കുന്നത് ഈ ജീപ്പുകളിലാണ് കേട്ടോ. അപ്പോൾ മലയുടെ മുകളിലേക്കുള്ള കയറ്റായതുകൊണ്ട് തന്നെ വേറെ വണ്ടികളൊന്നും അങ്ങോട്ട് പോവില്ല. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മളും. രാമക്കൽമേട്ടിൽ നിന്ന് ജീപ്പ് സഫാരി പോകുന്ന പോയിൻ്റുകളാണ് ഈ കാണിച്ചിട്ടുള്ളതൊക്കെ കേട്ടോ. രാമക്കൽ, അതുപോലെ ആമപ്പാറ വ്യൂ പോയിൻ്റ്, പിന്നെ കുറവൻകുറത്തി സ്റ്റാച്യു ഉണ്ട്. അവിടെ തന്നെ മലമുഴക്കി വേഴാമ്പലിൻ്റെ ഒരു സ്റ്റാച്യുവും കൂടി ഉണ്ട് കേട്ടോ. അവിടെയൊക്കെയാണ് നമ്മൾ പോകാനായിട്ട് പോണത്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ താമസം ഈ ഒരു ഹോട്ടലിൽ തന്നെയാണ്. അവിടുത്തെ വരാന്തയിലാണ് കേട്ടോ എല്ലാവരും ഇരിക്കുന്നത്. നമ്മൾ ഒരു വണ്ടി നിറയെ ആളുകളാണ് പോയിട്ടുള്ളത്. മിക്കവാറും റേഷൻ കടക്കാരുടെ ടൂർ പോകുമ്പോൾ 2 ബസ് ആളുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ഒരു ബസ്സേ പോയിട്ടുള്ളൂ. അപ്പം ഞാനിവിടെ താഴെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ നിറയെ ചെടികളുണ്ട്. എവിടെ പോയാലും ഞാൻ നോക്കുന്നത് പൂക്കളും ചെടികളൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് താഴെ പോയിട്ട് അത് ഒക്കെ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. അപ്പോൾ ഞാനതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ താഴെ നിറയെ റോസാ ചെടികൾ നട്ടിട്ടുണ്ട്. അതുപോലെ അവിടെ കാട്ടിലൊക്കെ സൈഡിൽ നിറയെ പുല്ലുകൾ ഉള്ളിടത്തൊക്കെ നിറയെ പൂക്കൾ കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ വരുന്ന വഴിയിൽ മൊത്തം മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് കൂടുതലും കാണുന്നുണ്ടായിരുന്നത്. നമ്മുടെ ഇവിടെ സൂര്യകാന്തി പൂക്കൾ പോലെ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ നിറയെ ഉണ്ട്. ഇവിടുത്തെ കാറ്റ് കണ്ടോ, ആളെ പറത്തിക്കൊണ്ട് പോകുന്ന തരത്തിലുള്ള ഒരു കാറ്റാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നിറയെ കാശിത്തുമ്പകളുണ്ട് കേട്ടോ. കാശിത്തുമ്പയുടെ ഒരു പാടം പോലെയാണ് നമ്മൾ വരുന്ന വഴിയിലൊക്കെ കണ്ടിരുന്നത്. അപ്പം ഞാൻ താഴേക്ക് പോയിട്ട് ചെടികളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറയാണ്. അപ്പോൾ നോക്കിയാലോ, കണ്ടോ ഇവിടെ നിറയെ റോസാ ചെടികളാണ്, പൂത്ത് നിൽക്കുന്ന റോസാ ചെടികൾ. അത് ഈ ഒരു ഹോട്ടലിൻ്റെ ആളുകൾ വെച്ചിട്ടുള്ളതാവണം.
ഹോട്ടലിൻ്റെ ഫ്രണ്ടിലും കുറേ ചെടികളൊക്കെ നിൽക്കുന്നുണ്ട്. പൂക്കളുള്ളത് ഈ ഒരു സൈഡിലാണ് കേട്ടോ. കുറേ റോസാപ്പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ ഞങ്ങൾ കണ്ടത് നിറയെ പൂക്കളാണ് കേട്ടോ. ഇവിടുത്തെ കാലാവസ്ഥ പൂക്കളുണ്ടാവാൻ വളരെ അനുയോജ്യമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. പിന്നെ ഞാനിതുപോലെ കൊടൈക്കനാൽ പോയപ്പോഴും അവിടെ നിറയെ പൂക്കളായിരുന്നു. അവിടെ നിന്ന് 2-3 ചെടികളൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നന്നായി പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചിലർ പറയും ആ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന ചില ചെടികളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന പൂക്കുന്ന ചെടികൾ ഇവിടെ തന്നെ പൂക്കുള്ളൂ, നമ്മൾ കൊണ്ടുവച്ചിട്ടും കാര്യമില്ല. അങ്ങനെ പൂക്കളൊക്കെ കണ്ട് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ജീപ്പിൽ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മല കയറാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എല്ലാവരും ജീപ്പിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓഫ് റോഡ് ഡ്രൈവിനായിട്ട് പോണത്. എല്ലാവരും പറഞ്ഞു കേട്ടപ്പോൾ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ മനസ്സിൽ. എന്നാലും ഞാൻ വളരെ കംഫർട്ടായിട്ടായിരുന്നു ഇരുന്നിരുന്നത്. ഞാൻ ഡ്രൈവറിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റിലാണ് കേട്ടോ ഇരുന്നത്. അത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ എന്നെ അവിടെ ഇരുത്തിയത്. അവിടെ ആകുമ്പോൾ വളരെ സേഫായിട്ട് ഇരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആളവിടെ ഇരുത്തിയത്. ആളും ബാക്കിയുള്ളവരൊക്കെ ബാക്കിലാണ് കേട്ടോ ഇരിക്കണത്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ള നല്ലൊരു യാത്രയാണ്. ഈ പോകുന്ന റോഡൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാലാണ് നമ്മുടെ യാത്രയുടെ ഗതി മാറാൻ പോണത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവർ പറയുന്നുണ്ട്, നന്നായി പിടിച്ചിരുന്നു തലമുട്ടരുതെന്നൊക്കെ. അപ്പോൾ സ്പീഡ് കണ്ടപ്പോൾ എല്ലാവർക്കും പേടിയായി തുടങ്ങിയിട്ടുണ്ട്. സ്പീഡ് കുറയ്ക്കാനൊക്കെ പറയുന്നുണ്ട്. ഒരു വണ്ടിയിൽ 8 പേരാണ് കേട്ടോ ഞങ്ങൾ പോണത്, ഡ്രൈവർ അടക്കം 8 പേര്. അപ്പോൾ നല്ല റോഡൊക്കെ കഴിഞ്ഞതാ മല കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് വഴി കഴിഞ്ഞാൽ പിന്നെ റോഡേ കാണാനില്ല കേട്ടോ. വെറുതെ പാറയുടെ മേലെ കൂടെയൊക്കെയാണ് ഈ വണ്ടി പോണത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർമാരാണ് കേട്ടോ. ഇവരുടെ ഡ്രൈവിംഗ് ഒക്കെ കാണുമ്പോൾ പേടിച്ചു പോകും നമ്മൾ. കുറേ കഴിഞ്ഞപ്പോൾ 2 കൈ കൊണ്ടും പിടിച്ചിരിക്കാതെ വയ്യാന്നുള്ളൊരവസ്ഥ വന്നു കേട്ടോ. എൻ്റെ ഫോണൊക്കെ തെറിച്ച് പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇത് കാണുമ്പോഴേ അറിയാം ഇതെങ്ങനെയാണ് വണ്ടി പോകുന്നതെന്നുള്ളത്. ഇതും കഴിഞ്ഞ് പിന്നെ ചെങ്കുത്തായ കയറ്റങ്ങളൊക്കെയാണ് കേട്ടോ. കയറ്റം ഇറക്കം അതൊക്കെ ഭയങ്കര സ്പീഡിലാണ് കേട്ടോ പോണത്. നമുക്ക് വണ്ടിക്ക് ഒരു കൺട്രോൾ ഇല്ലാത്തതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നന്നായി പിടിച്ചിരുന്നില്ലെങ്കിൽ തലയൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കുന്നുള്ളത് ഉറപ്പാണ്. വളരെ ത്രില്ലിങ്ങും എന്താ പറയുക സാഹസികമായിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു യാത്ര, ഇതുപോലൊരു ഓഫ് റോഡ് സഫാരി ആദ്യമായിട്ടാണ് കേട്ടോ. വളരെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസും കൂടിയാണ്. ആ കാണുന്ന മലയൊക്കെയാണ് കേട്ടോ നമുക്കിനി കയറാനുള്ളത്. ഞാൻ തൽക്കാലം എൻ്റെ ഫോൺ ഓഫ് ചെയ്ത് വെക്കാനാണ് വിചാരിക്കുന്നത്. അതല്ലെങ്കിൽ എൻ്റെ ഫോണൊക്കെ തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതിഭീകരമായിട്ടുള്ളൊരു യാത്രയ്ക്കൊടുവിൽ നമ്മൾ ആ മലയുടെ മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നേ തന്നെ കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ വഴിയൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം ഇവിടെ പ്രത്യേകിച്ചൊരു റോഡൊന്നുമില്ല. വലിയ പാറകളുടെ മേലേക്കൊക്കെ വണ്ടി ഇങ്ങനെ പറപ്പിച്ച് കയറ്റാന്നറിയില്ലേ, അതുപോലെയാണ് കേട്ടോ ചെയ്യണത്. നമ്മളിപ്പോൾ തെറിച്ച് പോകുന്ന പേടിക്കും. അതുപോലെ തന്നെ അഗാധമായ കുഴികളിലേക്കൊക്കെ വണ്ടി നേരെ ഓടിച്ച് ഇറക്കാണ് ചെയ്യണത്. അങ്ങനെ ഇതാ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെ വന്നവരെല്ലാം കൂടെ ഒരു 8ഓളം ജീപ്പുകളിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വേറെയും ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോണത് ഇവിടെ ആമപ്പാറ വ്യൂ പോയിൻ്റാണ്. 3 പാറകൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ആമപ്പാറ എന്ന് പറയണത്. നമ്മുടെ ജീപ്പിൻ്റെ ഡ്രൈവർ തന്നെയാണ് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കാനായിട്ട് നമ്മുടെ കൂടെ ഗൈഡായിട്ട് വരുന്നത്. ഓരോ സ്ഥലങ്ങളുടെ പ്രത്യേകതയും അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ ആൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഓരോ ജീപ്പിലും വന്നിട്ടുള്ള 8 പേർക്കും ഓരോ ഗൈഡ് വീതം ഉണ്ടാവും. അവരാണ് കേട്ടോ ആ ഓരോ ഗ്രൂപ്പിനെയും ഓരോ സ്ഥലങ്ങളായിട്ട് കാണിച്ചു കൊടുത്തിരുന്നത്. വളരെ ഉയരത്തിലുള്ള ഒരു മലയുടെ മുകളിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. താഴെ അഗാധമായ ഗർത്തങ്ങളാണ് കേട്ടോ. ഗർത്തം എന്ന് പറഞ്ഞാൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അത്രയും ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്നർത്ഥം. അങ്ങനെ നമ്മൾ ആമപ്പാറയിൽ എത്തിയിട്ടുണ്ട്.
ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഇടുങ്ങിയ ഒരു വഴിയിലൂടെ വേണം നമ്മൾ ഈ പാറയുടെ ഇടയിലൂടെ കടന്നു പോകാൻ. അപ്പോൾ ഈ പാറകളുടെ ഇടയിലൂടെ നമ്മൾ കുറേ നടന്നു പോകുമ്പോൾ പിന്നെ നമുക്ക് ഇരുന്ന് പോകാനുള്ള സ്ഥലം മാത്രമേ ഉണ്ടാവുള്ളൂ. നിവർന്ന് നടക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ പിന്നെ കമിഴ്ന്ന് കിടന്ന് നീന്തേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ വേണം ഈ ഒരു മലയുടെ ഇടുക്കിലൂടെ നമ്മൾ കടന്നു വരാനായിട്ട്. അതൊരു വഴിയാണ് കേട്ടോ. ഈ മലയുടെ ഉള്ളിലൂടെ ഒരു ഗുഹ പോലെയുള്ള ഒരു വഴിയിലൂടെ നമ്മൾ ഇപ്പുറത്തേക്ക് കടന്നു വരണം. അതൊരു വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്രയാണ്. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഒരുക്കിയിട്ടുള്ള വളരെ രസകരവും അഡ്വഞ്ചറസും ആയിട്ടുള്ളൊരു യാത്രയാണിത്. അപ്പോൾ ഞങ്ങൾ അതിനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ വേണം പോകാനായിട്ട്. എല്ലാവരും ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ കടന്നു വന്നിട്ട് ആ പാറയുടെ മറുവശത്തേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. അതിലൂടെ ഇറങ്ങിയവരാണ് കേട്ടോ ഈ പോകുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു ചെറിയ ഹോളിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ഇതിലൂടെ അകത്തേക്ക് പോകണം. കണ്ടോ, ഒരാൾക്ക് കഷ്ടി നടന്നു പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. ഇനി ഇതിലൂടെ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. കിടന്ന് ഇഴഞ്ഞിട്ടാണ് കേട്ടോ എല്ലാവരും വരുന്നത്. ശരിക്കും ഒരു പുനർജനി നൂഴുന്നൊരു അനുഭവമാണ് നമുക്കിവിടെ വന്നാൽ ഉണ്ടാകുന്നത്. കണ്ടോ, പിന്നെ ഈ ഒരു പാറ ഭൂമിയെ തൊട്ടില്ല എന്നുള്ള നിലയിലാണ് കേട്ടോ നിൽക്കുന്നത്. നമുക്കിത് കാണുമ്പോൾ നല്ലൊരു അതിനെക്കുറിച്ച് ചിന്തിച്ച് നമുക്ക് അത് നോക്കുകയാണെങ്കിൽ ഒരു പേടിയൊക്കെ തോന്നും. അതിൻ്റെ അപ്പുറത്തേക്ക് കണ്ടോ, അതിൻ്റെ അപ്പുറത്തേക്ക് വീണുപോയ പൊടി പോലും കിട്ടില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഈ ഹോളിലൂടെ കടന്നു വരുന്നത്. അവിടുന്ന് നേരെ പുറകിലോട്ടൊരു വഴിയുണ്ട്. അതിലൂടെ നമുക്കൊരു താഴ്വാരം പോലെയുള്ളൊരു സ്ഥലത്തേക്ക് ഇറങ്ങി വരാനും അവിടെ നല്ല കാറ്റുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നല്ലൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങൾ, നമുക്ക് താഴെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതാ ചെറിയ കുട്ടികൾ വരെ ഉണ്ട് കേട്ടോ. അത് ഈ ഒരു ഗുഹയിലൂടെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാനൊക്കെ ഒരുപാട് പേര് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവരുടെ കൂടെ വന്നവരൊക്കെ എങ്ങനെയാണ് ആ ഒരു ഗുഹയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെന്ന് കാണാനായി വളരെ തമാശകളൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട് കൂടെയുള്ളവരെ. നമ്മുടെ കൂടെ വന്നവർ ഇതിലൂടെ നുഴന്നു വരുന്നതിൻ്റെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ ക്യാമറ ഓണാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. അത്രയും ഇടുങ്ങിയ ഒരു വഴിയിലൂടെ വളരെ സാഹസപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കടന്നു വരുന്നത്. കുറച്ച് പുറകിലേക്ക് വന്നിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പാറയുടെ ഒരു ഭീകരത മനസ്സിലാവുന്നത് കേട്ടോ. അതെങ്ങനെ ഇരിക്കുന്നതെന്ന് കണ്ടോ, താഴെ മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു വലിയ പാറ ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്.
അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലുള്ളൊരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനൊരു താഴേക്കുള്ള ഒരു സ്ഥലമാണ്. അവിടേക്ക് നടക്കുമ്പോൾ നമുക്ക് പക്ഷേ ചെരുപ്പൊക്കെ ഇട്ട് ഹീലുള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് നടക്കണേന്ന് വെച്ചാൽ താഴേക്ക് ചിലപ്പോൾ ഉരുണ്ട് പോകും. അങ്ങനെ ഒരു ഇറക്കാണ് കേട്ടോ. ശരിക്കുള്ളൊരു വഴിയൊന്നുമല്ല. നമ്മൾ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ നടക്കണം. അതായത് എൻ്റെ ഹസ്ബൻഡ് കഷ്ടപ്പെട്ട ആ യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ആളതിലൂടെ നൂഴ്ന്നിറങ്ങി വരുന്നതിൻ്റെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് സാധിച്ചില്ല. അങ്ങനെ ഞങ്ങളിത് ഈ താഴ്വാരത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ പേര് പട്ടമൊക്കെ പറത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നല്ല കാറ്റാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പട്ടം പറത്താനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ 1-2 ഇരിക്കാനുള്ള സംവിധാനം ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അതിമനോഹരമായ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. നല്ല കാറ്റുണ്ട്, നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇവിടെ. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരുപാട് ഉയരത്തിലാണ്. അതിൻ്റെ താഴേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. വീടുകളൊക്കെ വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. വണ്ടികളും എല്ലാം വളരെ ചെറുതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൊടൈക്കനാലിലും മൂന്നാറിലൊക്കെ പോയാൽ മേലെ നിന്ന് നോക്കുമ്പോഴുള്ള അതേ വ്യൂ തന്നെയാണ് കേട്ടോ ഇവിടെയും കാണാൻ പറ്റും. പാറയുടെയും കല്ലിൻ്റെയൊക്കെ മേലെ കൂടെ നടന്നിട്ട് കാല് നന്നായി വേദനിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം കാറ്റ് കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ചെരുപ്പൊക്കെ ഞാൻ മേലെ തന്നെ ഇട്ടിരിക്കുകയാണ്. എനിക്കത് സ്ലിപ്പായിട്ട് വീഴുമെന്ന് തോന്നി. കാരണം കുറച്ച് ഹീലുള്ള ചെരുപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഇറക്കത്തിലൊക്കെ നമ്മളിങ്ങനെ ചെരുപ്പിട്ടിട്ട് നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ഞാനതവിടെ മേലെ ഊരി വെച്ചിരിക്കുകയാണ്. ഇനി മേലെ എത്തിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ചെരുപ്പിട്ടിട്ട് ഇതിലെ ഹീലുള്ള ചെരുപ്പ് പ്രത്യേകിച്ചും ഇട്ട് ഇതിലെ നടക്കാൻ എളുപ്പമല്ല കേട്ടോ. ചേട്ടനപ്പുറത്ത് നിന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം എല്ലാവരും വരുന്നത് വരെ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ മേലെന്ന് വിളിക്കുന്നുണ്ട്. എല്ലാവരും ആ പാറയ്ക്കുള്ളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഗ്രൂപ്പ് അടുത്ത സ്ഥലം കാണാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും മേലേക്ക് പോവാനായിട്ട് നോക്കട്ടെ. നല്ല കാറ്റുണ്ടെങ്കിലും ഇവരുടെ പട്ട ഇതുവരെ മേലേക്ക് പോയിട്ടില്ല. കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് പറത്താൻ അറിവില്ലാണ്ടാണോ എന്നറിയില്ല. എന്തായാലും അത് മേലേക്ക് പോയിട്ടില്ല. അടുത്തതായിട്ട് ഞങ്ങളവിടെ ഒരു വാച്ച് ഹൗസ് ഉണ്ടായിരുന്നു. നല്ല ഹൈറ്റിലുള്ളതാണ് കേട്ടോ. അതിൻ്റെ മേലെ നിന്നാൽ നല്ലൊരു വ്യൂ കിട്ടും. മൊത്തത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 4 ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ കാണാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ആദ്യം കാണിച്ചില്ലേ ആമപ്പാറ, അതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ ഇതുപോലെ കൈവരികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ ആളുകൾ പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നന്നായി കാറ്റ് വീശുന്നുണ്ട്. ഇവിടെ ശരിക്കും ജീൻസ് പോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നതാണ് കൂടുതൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അതല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സൊക്കെ കാറ്റ് പറത്തിക്കൊണ്ട് പോവും. ഇത്രയും ഉയരത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇടുക്കിയുടെ സൗന്ദര്യം മുഴുവനായിട്ടും ആസ്വദിക്കാനായിട്ട് പറ്റും. ഇടുക്കിയുടെ മാത്രമല്ല, തമിഴ്നാടിൻ്റെ കുറേ ഭാഗങ്ങളും അതിർത്തി പ്രദേശമാണല്ലോ. അപ്പോൾ അതിൽ വരുന്നുണ്ട്. തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ നിന്നാൽ കാണാനായിട്ട് പറ്റും. അതുപോലെ കമ്പം, തേനി എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്കും താഴെ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അടുത്ത സ്ഥലം കാണാൻ പോകാനായിട്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് രാമപ്പാറയാണ്. അപ്പോൾ നേരെ താഴെ ഇറങ്ങി ചെന്ന് ജീപ്പിൽ കയറിയിട്ട് വേറൊരു മല കയറണം.
അങ്ങനെ ഞങ്ങളെല്ലാവരും ജീപ്പ് കിടക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ജീപ്പിൽ കയറിയിട്ട് നേരെ അടുത്ത സ്ഥലം കാണാനായിട്ട് യാത്ര തുടങ്ങാണ്. നമ്മൾ ആ ദൂരെ കാണുന്നൊരു മല കണ്ടോ, അതിലൊരു വഴി കണ്ടോ, അതിലാണ് കേട്ടോ നമ്മൾ ജീപ്പിൽ ഉറപ്പിച്ച് വന്നത്. ആ ഒരു കുത്തനെയുള്ള ഇറക്കൊക്കെ ഉണ്ടല്ലോ, ഒരു സെക്കൻഡ് സമയം കൊണ്ടാണ് താഴെത്തിയത്. അത്രയും ഒരു സാഹസികമായ ജീപ്പ് യാത്രയായിരുന്നു നമ്മുടേത്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. വളരെ താഴ്ചയിലുള്ള സ്ഥലങ്ങളാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഞാൻ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. പുതിയ സ്ഥലത്തേക്കുള്ള യാത്രയും പുതിയ സ്ഥലങ്ങളും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.